ആന എഴുന്നള്ളിപ്പിലെ ഹൈക്കോടതി മാർഗരേഖയ്ക്ക് ഇപ്പോൾ സ്റ്റേ വന്നിരിക്കുകയാണ്. ഷബന സിയാദുണ്ട്. വിശദാംശങ്ങളുമായി ഷബന, വിവരങ്ങൾ. ആന എഴുന്നള്ളത്തിലെ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. ആന എഴുന്നള്ളത്തിലെ നിയന്ത്രണങ്ങൾ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് 2 ദേവസ്വങ്ങൾ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർണായകമായ ഇടപെടൽ. ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പ്രായോഗികമല്ല എന്ന് പ്രാഥമികമായി വിലയിരുത്തിയാണ് സുപ്രീം കോടതി ഇപ്പോൾ ഈ മാർഗനിർദ്ദേശങ്ങൾ സ്റ്റേ ചെയ്ത് ഉത്തരവായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആന എഴുന്നള്ളത്തിലെ നിയന്ത്രണങ്ങൾ റദ്ദാക്കണം എന്ന ഹർജിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് സുപ്രീം കോടതി ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നു. ചട്ടങ്ങൾ പാലിച്ച് തൃശൂർ പൂരത്തിനുള്ള ആന എഴുന്നള്ളത്ത് നടത്താം എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ ഇത്തരത്തിലുള്ള നിർദ്ദേശം ഏതായാലും ഈ പൂരപ്രേമികളെ സംബന്ധിച്ച് വലിയ ആശ്വാസം തന്നെയാണ്. ഈ മാർഗനിർദ്ദേശങ്ങൾ സംബന്ധിച്ച് വലിയ പരാതി ഉയർന്നിരുന്നു. ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ചീഫ് ജസ്റ്റിസുമാർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുകയും നിരവധി ഹർജികൾ ഇതുമായി ബന്ധപ്പെട്ടെത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശം ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണ് പുറത്തു വരുന്നത്. ഹൈക്കോടതി ഈ മാർഗനിർദ്ദേശങ്ങളിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ പ്രായോഗികമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു 2 ദേവസ്വങ്ങൾ, അതായത് പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള ഉത്സവങ്ങളിൽ അല്ലെങ്കിൽ ആഘോഷങ്ങളിൽ ഈ ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഒരു രീതിയിലും പ്രായോഗികമല്ല എന്നതാണ് കോടതിയിൽ ഈ ഹർജിക്കാർ ഉന്നയിച്ചിരുന്നത്. സുപ്രീം കോടതി ഇപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും ഇത് ശരിവെച്ചിരിക്കുന്നു. ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ സ്റ്റേ ചെയ്തു. വിശദമായ വാദം പിന്നീട് കോടതി കേൾക്കുകയും ചെയ്യും. ഏതായാലും ഇപ്പോൾ ഈ കേസിൽ വന്നിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ വിവരം ഈ മാർഗനിർദ്ദേശങ്ങൾക്ക് സ്റ്റേ അനുവദിച്ചു എന്നുള്ളതാണ്. ഷബന സൂചിപ്പിച്ചതുപോലെ ചട്ടങ്ങൾ പാലിച്ചെന്തായാലും തൃശൂർ പൂരത്തിലെ ആന എഴുന്നള്ളിപ്പ് നടത്താമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തുടർ നീക്കങ്ങൾ എന്തായിരിക്കും ഷബന? ഇപ്പോൾ സുപ്രീം കോടതിയിൽ സമീപിച്ചിരുന്നത് പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങളായിരുന്നു. അവർ ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഉത്സവങ്ങൾക്ക് ഈ പ്രത്യേകിച്ച് തൃശൂർ പൂരം നടത്തുന്നതിന് ഈ മാർഗനിർദ്ദേശങ്ങൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, പ്രായോഗികമല്ല. കാരണം ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം എന്ന് ഡിവിഷൻ ബെഞ്ച് നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ കർശനമായ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുമ്പോൾ ഒരു രീതിയിലും ഈ തൃശൂർ പൂരം പോലെയുള്ള ഉത്സവങ്ങൾ നടത്താൻ പറ്റില്ല. കാരണം 15 ആനകളെ ഉൾപ്പെടെ ഈ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ ഉത്സവം നടത്തുകയും ആന എഴുന്നള്ളിപ്പ് നടത്തുകയും ചെയ്തു. അതിൽ ഹൈക്കോടതി ഇടപെട്ടിരുന്നു. അവർക്കെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിച്ചിരുന്നു. അത്തരത്തിൽ ആനകളെ എഴുന്നള്ളിപ്പിക്കുന്നതിന് നിർത്തരുത്. 3 മീറ്റർ അകലം ആനകളുമായി സംബന്ധിച്ച് ഓരോ ആനകൾ തമ്മിൽ ഉണ്ടാകണം തുടങ്ങിയ നിർദ്ദേശങ്ങളായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പാറമേക്കാവ് ദേവസ്വം പ്രതിനിധി രാജേഷ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ രാജേഷ്, ഈ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് സ്റ്റേ ചെയ്ത സുപ്രീം കോടതി വിധി, ആ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഞങ്ങളിത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സ് ന്യൂഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ അപ്പോൾ അറിയിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. സുപ്രീം കോടതി എന്നും എടുത്തിട്ടുള്ള നിലപാട് ആചാരങ്ങൾ നിലനിർത്തണം, ഫെസ്റ്റിവിറ്റീസ് തുടർന്ന് പോകണം എന്നുള്ള നിലപാടാണ്. അത് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി. ചട്ടങ്ങൾ പാലിച്ച് തൃശൂർ പൂരത്തിലടക്കം ആന എഴുന്നള്ളിപ്പ് നടത്താമെന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതെ, എല്ലാ ഉത്സവങ്ങളും നടക്കും ഇതുപോലെ തന്നെ. ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ തൽക്കാലം സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ശരി, ശ്രീ രാജേഷ്, പാറമേക്കാവ് ദേവസ്വം പ്രതിനിധി രാജേഷാണ് നമ്മളോട് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. എന്തായാലും ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് സുപ്രീം കോടതി ഈ ഘട്ടത്തിൽ സ്റ്റേ അനുവദിച്ചിരിക്കുകയാണ്. ഈ നിയന്ത്രണങ്ങൾ റദ്ദാക്കണമെന്ന ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ നോട്ടീസ്. ആന ഉടമസ്ഥർക്കും അതോടൊപ്പം തന്നെ സർക്കാരിനും നോട്ടീസ് അയച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. ഷബന സിയാദ് തുടരുന്നുണ്ട്. ഷബന, തുടരാം.
അതിനാ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഉത്സവങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് ക്ഷേത്രാങ്കണങ്ങളിലെ മറ്റ് ചടങ്ങുകൾക്കോ ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്നും അതോടൊപ്പം തന്നെ വാദ്യമേളങ്ങളിൽ നിന്നും നിർദ്ദിഷ്ട അകലം പാലിക്കണമെന്നും സമയക്രമം ഉൾപ്പെടെയുള്ള ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അത് പ്രായോഗികമല്ല എന്നായിരുന്നു ഹർജിക്കാർ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള ഉത്സവങ്ങൾ പരമ്പരാഗതമായ രീതിയിൽ തന്നെ തടസ്സമില്ലാതെ നടത്തുന്നതിന് ആവശ്യമായ നടപടികൾ വേണം എന്ന് ഹർജിക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. ജനങ്ങളുടെ സുരക്ഷയും ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകളുടെ സംരക്ഷണവും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിന് പ്രായോഗിക വശങ്ങൾ പഠിച്ച ശേഷം കോടതി ഒരു തീരുമാനം എടുക്കണം എന്നും സുപ്രീം കോടതിയിൽ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഇതൊരു ആചാരമായി അല്ലെങ്കിൽ ആനകളെ എഴുന്നള്ളിക്കുന്നത് പലയിടത്തും ആചാരമായി തന്നെ നടത്തുന്നതാണ്. അത് മതാചാരമല്ല എന്ന് ഹൈക്കോടതി പറയുകയും ആ രീതിയിൽ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇത് നിയമവിരുദ്ധമാണ്. കാരണം ഇത്തരത്തിൽ പാരമ്പര്യമായി അല്ലെങ്കിൽ കാലങ്ങളായി ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങാണ്. ഈ ചടങ്ങിൽ ഇത്തരം ഒരു മാർഗനിർദ്ദേശം പ്രായോഗികമല്ല. തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള വലിയ ഉത്സവങ്ങൾക്ക് ഇത് തടസ്സമാകും എന്നതായിരുന്നു ഹർജിക്കാരുടെ വാദം. പ്രത്യേകിച്ച് ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം പാലിക്കണം എന്ന കർശന നിർദ്ദേശം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. മറ്റൊന്ന് ആനകളുടെ വിശ്രമം സംബന്ധിച്ചായിരുന്നു. അതോടൊപ്പം തന്നെ ആനകളുടെ ഭക്ഷണം, അതുപോലെ താമസം തുടങ്ങിയ കാര്യങ്ങളിൽ ഹൈക്കോടതി മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ജനങ്ങളുമായി 8 മീറ്റർ ദൂരത്തിലാണ് ആനകളെ നിർത്താവൂ. അതോടൊപ്പം തന്നെ തീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ആനയെ മാറ്റി നിർത്തണം, ഈ 3 മീറ്റർ അകലം പാലിക്കണം തുടങ്ങിയ മാർഗനിർദ്ദേശങ്ങൾ, അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇത്തരം ഒരു ഉത്സവങ്ങളിൽ പ്രായോഗികമല്ല എന്നതായിരുന്നു ദേവസ്വങ്ങളുടെ നിലപാട്. ഇത് സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തു. സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പ്രായോഗികമല്ല എന്ന് തന്നെയാണ്. ഏതായാലും സുപ്രീം കോടതിയിൽ നിന്നും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾക്ക് അനുകൂലമായ ഉത്തരവ് ലഭിച്ചിരിക്കുന്നു. തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള ഉത്സവങ്ങളിൽ ഇത് പ്രായോഗികമല്ല എന്ന നിഗമനത്തിൽ സുപ്രീം കോടതി എത്തുകയും ചെയ്തു. പ്രാഥമികമായി ഇപ്പോൾ ഈ ഉത്തരവ്, ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കി എന്ന് പറയാൻ പറ്റില്ല, സ്റ്റേ ചെയ്തിരിക്കുന്നു. ഇനി വീണ്ടും ഇതിൽ വിശദമായ വാദം കേൾക്കും. താൽക്കാലികമായി ഇത് സ്റ്റേ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉൾപ്പെടെയുള്ളവരുടെ വിശദീകരണം കേട്ട ശേഷമായിരിക്കും ഇതിൽ അന്തിമമായ ഒരു തീരുമാനം സുപ്രീം കോടതി സ്വീകരിക്കുക. ചട്ടങ്ങൾ പാലിച്ച് തൃശൂർ പൂരത്തിലെ ആന എഴുന്നള്ളിപ്പ് നടത്താം എന്ന് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശബന, അതായത് ആ ഘട്ടത്തിൽ തന്നെ ഈ മാർഗനിർദ്ദേശങ്ങൾ, ഇത്തരത്തിൽ ഹൈക്കോടതി പറഞ്ഞ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പൂരം നടത്താനാകില്ല എന്നുള്ള നിലപാടുകളൊക്കെ വന്നിരുന്നു. അത് സുപ്രീം കോടതി പൂർണ്ണമായി അംഗീകരിച്ചു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? പൂർണ്ണമായും അംഗീകരിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് സ്റ്റേ ആണ് അനുവദിച്ചിട്ടുള്ളത്. സ്റ്റേ എന്ന് പറയുമ്പോൾ ഇത് ഈ മാർഗനിർദ്ദേശങ്ങൾ റദ്ദാക്കിയല്ല, പ്രാഥമികമായ നടപടി മാത്രമാണ്. അത് സ്റ്റേ, താൽക്കാലികമായ നടപടി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്റ്റേ അനുവദിച്ചിരിക്കുന്നു. ഏതായാലും തൃശൂർ പൂരം മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ തൃശൂർ പൂരം നടത്താം എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ അത് താൽക്കാലികമായി സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ നാട്ടാന പരിപാലനം സംബന്ധിച്ച് കോടതിയുടെ പരിഗണനയിൽ സ്വമേധയാ 2012 എടുത്ത കേസിലായിരുന്നു ഹൈക്കോടതി ഇത്തരം ഒരു ഉത്തരവിറക്കിയത്. കേരളത്തിലെ നാട്ടാന പരിപാലന സംരക്ഷണ ചട്ടവും 2015 സുപ്രീം കോടതി ഉത്തരവും പരിഗണിച്ചായിരുന്നു ജസ്റ്റിസ് MK ജയശങ്കരൻ നമ്പ്യാർ, അതുപോലെ P ഗോപിനാഥ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഇത്തരം ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. 2018 മുതൽ 160 നാട്ടാനകൾ ചെരിഞ്ഞ സാഹചര്യം ചൂണ്ടിക്കാണിച്ചായിരുന്നു ഹൈക്കോടതി ഇത്തരം ഒരു മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചത്. കാരണം നാട്ടാനകളെ പരിപാലിക്കേണ്ടതുണ്ട്, ആനകളുടെ സംരക്ഷണം ഉറപ്പാക്കേണ്ടതുണ്ട്. ചൂട് കൂടിയ സമയങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ഉത്സവ കാലങ്ങൾ ഉണ്ടാകാറുണ്ട്. സെപ്റ്റംബർ മുതൽ മെയ് മാസങ്ങൾ വരെയാണ് പലപ്പോഴും ഉത്സവകാലം ഉണ്ടാകുന്നത്. ഉത്സവങ്ങൾ ഉണ്ടാകുമ്പോൾ ആനകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഉത്സവ കമ്മിറ്റികൾ, ക്ഷേത്ര കമ്മിറ്റികൾ മത്സരിച്ചാണ് ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കാറ്. അതുകൊണ്ട് ഇതിൽ മാർഗനിർദ്ദേശങ്ങൾ കർശനമാക്കണം എന്നതായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. അതോടൊപ്പം തന്നെ കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ ഈ ആന എഴുന്നള്ളിപ്പ് എന്ന് പറയുന്നത് മതാചാരങ്ങളല്ല, മതാചാരങ്ങളിൽ ആനകൾ അനിവാര്യമാണെന്ന് കരുതാനാകില്ല തുടങ്ങിയ പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇത്തരം ഒരു മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചത്. ഈ മാർഗനിർദ്ദേശത്തിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് തുടർച്ചയായി 3 മണിക്കൂറിലധികം ആനകളെ എഴുന്നള്ളിക്കരുത്. രാവിലെ 9-നും വൈകിട്ട് 5-നും ഇടയിൽ റോഡിലൂടെയും അതുപോലെ രാത്രി 10-നും പുലർച്ചെ 4-നും ഇടയിൽ വാഹനത്തിലും ആനകളെ കൊണ്ടുപോകരുത്. ശബനയിലേക്ക് എത്താം. ഇപ്പോൾ എലിഫന്റ് ഓണേഴ്സ് അസോസിയേഷൻ പ്രതിനിധി മണികണ്ഠൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മണികണ്ഠൻ, സുപ്രീം കോടതി വിധി കണ്ടു കാണും
എന്ന് പ്രതീക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത. ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ, ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി. ഹലോ, ശ്രീ മണികണ്ഠൻ, കേൾക്കാമോ? പറയൂ. ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ നൽകിയിരിക്കുകയാണ്. അതെ, സ്റ്റേ ചെയ്തിരിക്കണം. എന്താണ് പ്രതികരണം? വളരെ സ്വാഗതാർഹം. ക്ഷേത്രാചാര പൈതൃക സംരക്ഷണ സമിതിയും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും സംയുക്തമായി നൽകിയ കേസിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയ അനുകൂലമായ വിധിയാണത്. ക്ഷേത്രത്തിലെ നമ്മുടെ നാട്ടിലെ എല്ലാ ആചാരങ്ങളും ഉത്സവങ്ങളും എല്ലാം ഭംഗിയായി നടക്കട്ടെ. അതിന് നമുക്ക് കിട്ടിയൊരു വേദിയായി ഇതിനെ കണക്കാക്കാം. ഈ മാർഗനിർദ്ദേശം കേൾക്കാം, പറയൂ. ഈ മാർഗനിർദ്ദേശങ്ങൾ മുൻകാലങ്ങളിൽ എങ്ങനെയാണോ നടന്നിരുന്നത് അങ്ങനെ നടത്താമെന്നാണ് ഇപ്പോൾ നിലവിൽ ഓർഡർ പ്രകാരം വന്നിട്ടുള്ള സാഹചര്യം. വളരെ സ്വാഗതാർഹമാണ്. ഉത്സവപ്രേമികൾക്കും എല്ലാവർക്കും വളരെ ആശ്വാസമായ നടപടിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ശരി, എന്തായാലും വളരെ നന്ദി ശ്രീ മണികണ്ഠൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഷബന സിയാദുണ്ട്. ഷബന, തുടരാം. അതിര, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നത് സംബന്ധിച്ചാണ്. ഈ ഹൈക്കോടതി ഇതിൽ പ്രധാനമായും ചില മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തുടർച്ചയായി 3 മണിക്കൂറിലധികം ആനകളെ എഴുന്നള്ളിക്കരുത് എന്നതായിരുന്നു. അതോടൊപ്പം തന്നെ രാവിലെ 9-നും വൈകിട്ട് 5-നും ഇടയിൽ റോഡിലൂടെയും രാത്രി 10-നും പുലർച്ചെ 4-നും ഇടയിൽ വാഹനത്തിലും ആനകളെ കൊണ്ടുപോകരുത്. ഒരു ദിവസം 30 കിലോമീറ്ററിൽ കൂടുതൽ ദൂരത്തിൽ ഇത്തരത്തിൽ സഞ്ചരിക്കരുത്. 125 കിലോമീറ്ററിൽ അധികം ഉണ്ടെങ്കിൽ വാഹനത്തിലാണെങ്കിൽ പോലും കൊണ്ടുപോകരുത്. തുടർച്ചയായി 6 മണിക്കൂറിലധികം നേരം ആനയെ വാഹനത്തിൽ കൊണ്ടുപോകരുത്. അതുപോലെ വാഹനത്തിന്റെ വേഗത 25 കിലോമീറ്റർ അധികമാക്കരുത്. വാഹനത്തിന്റെ സ്പീഡ് ഗവർണർ ഉണ്ടെന്നും 24 മണിക്കൂറിനുള്ളിൽ 8 മണിക്കൂർ നേരം ആനയ്ക്ക് വിശ്രമം ലഭിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കണം. മറ്റൊന്ന്, 2012 ചട്ടപ്രകാരം രൂപീകരിച്ച ജില്ലാ കമ്മിറ്റിയിൽ അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ പ്രതിനിധിയെ ഉൾപ്പെടുത്തണം. ഈ ആനകളെ എഴുന്നള്ളിക്കുന്നതിന് കൃത്യമായി ബോർഡിന്റെ അനുമതി 1 മാസം മുമ്പ് അപേക്ഷ നൽകുകയും അത്തരത്തിൽ അനുമതി തേടുകയും വേണം. ആനകളെ തളയ്ക്കാൻ മതിയായ സൗകര്യം ഒരുക്കണം. ജനങ്ങൾക്കും ആനകൾക്കും ഇടയിൽ ബാരിക്കേഡ് വേണം. 2 ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം വേണം. അതോടൊപ്പം തന്നെ തീപ്പന്തം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ 5 മീറ്റർ അകലം വേണം. വെടിക്കെട്ട് നടക്കുന്ന ആനകളെ 100 മീറ്റർ അകലത്തിൽ നിർത്തണം. വെയിലത്ത് നിർത്തരുത്. അടിയന്തര സാഹചര്യങ്ങൾ മാറ്റാൻ പ്രത്യേകമായി സ്ഥലം ഒരുക്കണം. സർക്കാർ വെറ്റിനറി ഡോക്ടർ നൽകുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മാത്രമേ സ്വീകരിക്കാവൂ. അതോടൊപ്പം തന്നെ ദേവസ്വങ്ങൾക്ക് എലഫന്റ് സ്ക്വാഡും ഇടഞ്ഞോടുന്ന ആനകളെ തളയ്ക്കാൻ ക്യാപ്ചർ ബെൽറ്റും ആവശ്യമില്ല. അത്തരത്തിൽ ഉപയോഗിക്കരുത് തുടങ്ങിയ മാർഗനിർദ്ദേശങ്ങളായിരുന്നു ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. ഈ ശബനയിലേക്ക് എത്താൻ വി എസ് സുനിൽകുമാർ കൂടി ചേരുന്നുണ്ട്. ശ്രീ വി എസ് സുനിൽകുമാർ, സുപ്രീം കോടതി ഈ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളടക്കം സ്റ്റേ ചെയ്ത വാർത്ത ശ്രദ്ധപ്പെട്ട് കാണും എന്ന് കരുതുന്നു. എന്താണ് പ്രതികരണം? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇപ്പോ ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്തത് വളരെ ആശ്വാസകരവും സന്തോഷകരവുമായിട്ടുള്ള സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. കാരണം ഇപ്പോ തൃശ്ശൂർ എല്ലാ പൂരങ്ങളുടെയും സീസൺ ആരംഭിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആനകളുടെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കർശന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. ഈ നിർദ്ദേശങ്ങളുടെ പ്രശ്നം ഇത് ഒട്ടും തന്നെ പ്രായോഗികമല്ലാത്ത നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായത്. അത് കേൾക്കേണ്ട ആളുകൾ കേൾക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മറ്റു രീതിയിലുള്ള പരിഗണനകളൊന്നും നൽകാതെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരവുണ്ടായത്. വളരെ ഖേദകരമായ ഒരു കാര്യമായിരുന്നു. അതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ തൃശ്ശൂർ പൂരം, ആറാട്ടുപുഴ പൂരം, പെരുവനം പൂരം ഉൾപ്പെടെയുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള പൂരങ്ങൾക്കൊന്നും ആനകളെ സാധാരണ നിലയിൽ നടത്തുന്ന ചടങ്ങ് പോലും നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കും. ആനകളെ എഴുന്നള്ളിച്ച് റോഡിലൂടെ നടത്താൻ കഴിയില്ലെന്നൊക്കെ പറയുമ്പോൾ തൃശ്ശൂർ പൂരത്തിന്റെ ചടങ്ങുകളെല്ലാം റോഡിലൂടെ എഴുന്നള്ളിച്ച് നടത്തുന്ന ചടങ്ങുകളൊന്നും നടത്താൻ പറ്റില്ല. അതിന്റെ സമയക്രമം നടത്താൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ദേവസ്വം ബോർഡുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡ് സുപ്രീം കോടതി സമീപിച്ചത്. ആ സന്ദർഭത്തിൽ എജിയുമായി ദേവസ്വം ഭാരവാഹികളായിട്ടുള്ള ആളുകൾ ഞങ്ങൾ ചർച്ച നടത്തി ഇത് സുപ്രീം കോടതിയിൽ വന്നാൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എങ്ങനെ നിലപാടുണ്ടാവും എന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതി നോട്ടീസ് ആയിട്ടിരിക്കുന്നു. ആ നോട്ടീസ് അനുസരിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഈ കാര്യം
കാര്യത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല സംസ്ഥാന ഗവൺമെന്റിന് ഇപ്പോൾ ഈ നാട്ടുകാരുടെ പരിപാലന ചട്ടത്തില് ആവശ്യമായ ഭേദഗതിയും അതുപോലെ തന്നെ വേണ്ടി വന്നൊരു നിയമം കൊണ്ടുവരാനുള്ള ഒരു സമയത്തിലുള്ള സാവകാശം സംസ്ഥാന ഗവൺമെന്റിന് ലഭിക്കുകയും ചെയ്യും. ഇതൊരു ഈ ഒരു സാഹചര്യത്തില് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പ്രതിഷേധങ്ങൾക്കെല്ലാം ഇതൊരു ഉത്തരം നൽകാൻ ഇതിലൂടെ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ആന എഴുന്നള്ളിപ്പ് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു താൽക്കാലിക പരിഹാരം ഉണ്ടാകുന്നെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന്റെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള വിജ്ഞാപനം, അന്തിമ വിജ്ഞാപനം വന്നതോടുകൂടി തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള പൂരങ്ങളുടെ വെടിക്കെട്ടിന്റെ കാര്യത്തില് ഇപ്പോൾ അനിശ്ചിതാവസ്ഥ മാറിയിട്ടില്ല. അത് നടക്കുമോ ഇല്ലെന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്താനും കൂടി കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത പ്രതിസന്ധിയിൽ വരാൻ പോകുന്നത് പൂരത്തിന്റെ വെടിക്കെട്ടായിരിക്കും. ആന എഴുന്നള്ളത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നത് ശരി തന്നെ. പക്ഷെ മറ്റൊരു വിഷയത്തിൽ ഇനിയും പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, എന്തായാലും നന്ദി ശ്രീ VS സുനിൽകുമാർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ശബന, അത് തന്നെയാണ് ഈ പൂരപ്രേമികളെ സംബന്ധിച്ച വലിയ സന്തോഷമുള്ള വാർത്തയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നിയതിൽ ഈ കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും നിലപാട് കൂടി ആരാഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി. തീർച്ചയായും. കാരണം ഇത് ഹർജിയിലെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് എതിർകക്ഷികളായ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിശദീകരണം കോടതി തേടിയിട്ടുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ള കാര്യങ്ങൾ കൂടി കേട്ടതിന് ശേഷമാകും സുപ്രീം കോടതി ഏതായാലും ഈ വിഷയത്തിൽ അന്തിമമായ തീരുമാനമെടുക്കുക. അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കാനിരിക്കെയാണ് സുപ്രീം കോടതിയിൽ നിന്നും ഇത്തരമൊരു നടപടി ഉണ്ടായിട്ടുള്ളത്. ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മാർഗരേഖ പുറത്തിറക്കുകയും അതിനുശേഷം ഈ ഹർജി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, അതായത് ഉച്ചയ്ക്ക് 3:30 ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കും എന്ന് നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഈ വിഷയത്തിൽ സ്റ്റേ അനുവദിച്ചിട്ടുള്ളത്. ഈ നാട്ടാന പരിപാലന ചട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളാണ് ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരുന്നത്. നാട്ടാനകളെ പരിപാലിക്കണം, നാട്ടാനകൾ വലിയ തോതിൽ ചത്തൊടുങ്ങുന്ന സാഹചര്യം കേരളത്തിലുണ്ട്, ആനകളുടെ സംരക്ഷണം ഉറപ്പാക്കണം തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു ഈ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കിയത്. ഈ മാർഗനിർദ്ദേശങ്ങൾ സർക്കാരിനോട് അത് അംഗീകരിക്കണം എന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. കോടതി തന്നെയാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. കാരണം ഈ നാട്ടാന പരിപാലനവുമായി ബന്ധപ്പെട്ട് ഈ ആന എഴുന്നള്ളത്തിന് കർശനമായ നിർദ്ദേശങ്ങൾ വെച്ചപ്പോൾ പൂരപ്രേമികൾക്ക് ഉൾപ്പെടെ അല്ലെങ്കിൽ ആനപ്രേമികൾക്ക് ഉൾപ്പെടെ വലിയ പ്രതിഷേധം ഇതിലുണ്ടായി. നിരവധി കത്തുകൾ ചീഫ് ജസ്റ്റിസിന് ഉൾപ്പെടെ ലഭിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഈ ഒരു നിർദ്ദേശം, ഇത്തരം മാർഗനിർദ്ദേശങ്ങൾ വലിയ നിയന്ത്രണമാണ് വെച്ചിട്ടുള്ളത്. അത് ആന എഴുന്നള്ളിപ്പ്, ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളിപ്പിനെ കാര്യമായി ബാധിക്കും തുടങ്ങിയ കാര്യങ്ങൾ ചീഫ് ജസ്റ്റിസിന് അടക്കം കത്തിലൂടെയും മറ്റും ഈ പൗരപ്രേമികൾ ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇപ്പോൾ 2 ദേവസ്വങ്ങൾ, പാറമേക്കാവ് അതുപോലെ തിരുവമ്പാടി ദേവസ്വങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി ഇതിൽ സ്റ്റേ അനുവദിക്കുകയും ചെയ്തു. എന്തായാലും ആന എഴുന്നള്ളിപ്പ് നിയന്ത്രണങ്ങളിൽ മാർഗനിർദ്ദേശം പുറത്തിറക്കിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുകയാണ് സുപ്രീം കോടതി. ഹൈക്കോടതി ഉത്തരവ് പ്രായോഗികമാണെന്ന് തോന്നുന്നില്ലെന്നും നിലവിലെ സുപ്രീം കോടതി പുറത്തിറക്കിയ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ആന എഴുന്നള്ളിപ്പ് നടത്താമെന്നുമാണ് സുപ്രീം കോടതി നിലവിൽ ഉത്തരവിട്ടിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷബന സിയാദ്.